ഹായ് ഗേസ്, അങ്ങനെ ഓണാവധിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളും അതുപോലെ തന്നെ ഓഫീസുകളൊക്കെ തുറക്കുകയാണ്. വൈഫ് ഇന്റേൺഷിപ്പിനായതുകൊണ്ട് തന്നെ ചെറിയൊരു ആശ്വാസമുണ്ട്. ജോലി സ്ഥിരമായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതുപോലൊന്നും പറ്റത്തില്ല. ഹോസ്പിറ്റൽ ചേഞ്ച് ആയാലും നൈറ്റ് ഡ്യൂട്ടി വരുമ്പോഴൊക്കെ പിള്ളേരുടെ ഫുൾ പരിപാടി നമ്മൾ നോക്കേണ്ടി വരും. കുട്ടികളുടെ കാര്യം, നമ്മുടെ വീട്ടിലെ കാര്യമൊക്കെ സ്ത്രീകൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ നമ്മൾ പുരുഷന്മാർക്ക് പറ്റത്തില്ല. എങ്കിലും നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് രാവിലെ അവൾ 4 മണിക്ക് എണീച്ച് സുബഹി നിസ്കരിച്ചതിന് ശേഷം രാവിലെ കഴിക്കേണ്ടതും അല്ല ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് വൈകുന്നേരം കഴിക്കേണ്ട എല്ലാം ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ പിള്ളേരെ ഒന്ന് ഒരുക്കി സ്കൂളിൽ വിടണം, അത്ര ജോലിയുള്ളൂ. പക്ഷെ അതുപോലും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. ഉരുപ്പോളം 2 ഉറക്കത്തിൽ നിന്ന് ഉറച്ചു നിർത്തി ആഹാരം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ കടലക്കറി എന്തെങ്കിലും ഉണ്ടായാലും ചോക്കോസ് മതി എന്ന് പറഞ്ഞ് 2 അത് പൊട്ടിച്ചിട്ട് പാലിൽ ഒഴിച്ച് കഴിക്കുകയാണ്. അത് കഴിക്കണമെങ്കിൽ തന്നെ മൊബൈലോ ടിവി എന്തെങ്കിലും. അതുകൊണ്ട് ടി വി ഓൺ ആക്കി കൊടുത്താൽ അതിനകത്ത് യൂട്യൂബൊക്കെ കിട്ടും. അവർക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഇങ്ങനെ കണ്ടോണ്ടായിരിക്കും. സ്കൂൾ ബസ് വരാൻ സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് മൈൻഡ് ചെയ്യും. ഒരു തണുപ്പം മട്ടത്തിലായിരിക്കും പുള്ളിക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ ഇന്റേൺഷിപ്പിന് കയറുന്നതിന് മുമ്പായിട്ട് ഞാനിങ്ങനെ ഈ സമയത്തൊക്കെ മൂടി പതിച്ച് തുടങ്ങുന്ന സമയമായിരിക്കും. ചിലപ്പോഴൊക്കെ അവളുമാർ സ്കൂളിൽ പോയി കഴിഞ്ഞായിരിക്കും ഞാൻ എണ്ണിച്ച് വരുന്നത്. ആ സമയത്തൊക്കെയാണ് നമുക്ക് ഓട്ടം പോകാനുള്ള സമയം വരുന്നത്. ചിലപ്പോൾ വെളുപ്പിനെയൊക്കെ കമ്പോളത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വെളുപ്പിനെ എണ്ണിച്ച് പോകുന്നത്. അപ്പോൾ വരുന്ന കഴിയുമ്പോഴും ഇവളുമാർ ഈ സമയത്തൊക്കെ എണ്ണിച്ച് സ്കൂളിൽ പോയി കഴിഞ്ഞ സമയം ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ല. നമ്മുടെ അനുഭവത്തിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എത്ര റിസ്ക് ആണെന്ന് പഠിക്കുന്നത്. നമ്മൾ നിസ്സാര കാര്യം എന്ന് വിചാരിക്കും. എന്തായാലും കറക്റ്റ് സമയത്താണ് ഒരുങ്ങി ഇറങ്ങി റോഡിൽ നിന്നത്. കറക്റ്റ് സമയത്ത് സ്കൂൾ ബസ് വന്നു. 2 ഓണത്തിന്റെ വെക്കേഷൻ കഴിഞ്ഞതിന്റെ ചെറിയൊരു മൂകതയും വിഷമവും ഒക്കെ ഉണ്ട്. എന്നെ അടുത്ത് ടാറ്റ ഒക്കെ പറഞ്ഞ് ബൈറ്റ് കാണാൻ പാപ്പി എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഇതിന്റെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീട്ടിൽ കാണുമ്പോഴേക്കും ബൈ.